50 പേരാണ് നമ്മുടെ തീർത്ഥാടന സംഘത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ആ അമ്പലത്തിലെ തന്നെ വണ്ടിയാൽ അവർ നമ്മളെ കയറ്റിക്കൊണ്ട് പോയി. കേരളത്തിൽ എവിടെ ചെന്നാലും ഇതുപോലൊരു ക്ഷേത്രം നമുക്കുണ്ടാവില്ല. ഒരു പുണ്യം ചെയ്ത യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ വലിയ വെട്ടമൊന്നുമില്ല, വെളുപ്പിനെ 4:30 ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അച്യുതൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ്. നമ്മുടെ ശാഖയിൽ നിന്നൊരു യാത്ര പോവാണ്, തീർത്ഥാടന യാത്രയാണ്. നമ്മൾ ചിരട്ടപ്പറമ്പിൽ എന്ന് പറയുന്ന വണ്ടിയിലാണ് വന്നത്. നമ്മളിപ്പോൾ പുന്നപ്ര ശാഖയുടെ ഇതിൽ വന്ന ടൂറ് അല്ലെ തീർത്ഥാടന യാത്ര നമ്മളിപ്പം തിരുവല്ല ശ്രീവല്ലം ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഭക്തരെല്ലാം തൊഴാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മളടുത്ത് ഓച്ചിറ അമ്പലത്തിലോട്ട് പോകുന്നത്. 50 പേരാണ് നമ്മുടെ തീർത്ഥാടന സംഘത്തിലുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ കയറി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടിലമ്പലത്തിൽ കൊല്ലത്തുള്ള വളരെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലും കയറി തൊഴുത്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പുന്നപ്ര ശാഖയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിപ്പോൾ മാവേലിക്കര ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രസിദ്ധമായ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി അടുത്തായിട്ട് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കരിപോ തരാതിരിക്കുന്നത് നിങ്ങളുടെ ഒരു വഴിപാട്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഓച്ചിറ അമ്പലം. നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങി, എല്ലാവരും കഴിച്ചു. ഗായ്സ്, നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കായലാന്ന് തോന്നുന്നു. ഇതുണ്ട്, നമ്മൾ കാട്ടിൽ മേക്കാതിലമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ വഴിക്കാണ് ശരിക്കും നമ്മൾ പോകുന്നത്. അവിടെ നമ്മുടെ വണ്ടി അല്ലേ, അവിടെ തിരക്കായതുകൊണ്ട് കുറച്ചിങ്ങോട്ട് മാറി ഇറങ്ങി. ഇവിടെ ഇനി ജങ്കാർ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറിയിട്ട് അമ്പലത്തിൻ്റെ ഇവിടെ ഇറങ്ങണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കണ്ടമാനം തിരക്കുള്ള ദിവസമാണ്. ഗായ്സ്, നമ്മൾ അങ്ങനെ ജങ്കാറിൽ കയറിയൊക്കെയാണ്.
അങ്ങനെ കുറച്ച് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളത്തിൽ നിന്നും നമ്മൾ കരയിലെത്തിയിരിക്കുന്നു. ഇനിയാണ് അമ്പലത്തിലോട്ട് പോണത്. ജങ്കാർ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മൾ നടന്നിവിടെ അമ്പലം അടുക്കാറായി. ദേ ഇവിടെ നമുക്ക് കടൽ കാണാം. കടലിൻ്റെ അടുത്താണ് ഈ അമ്പലം. ദേ ആ കാണുന്നതാണ് കടൽ. ദേ ഇതാണ് നമ്മുടെ അമ്പലം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. വഴിപാട് മണി കെട്ടി വഴിപാട് കാട്ടിമേക്കതിലമ്മയേകി സ്നേഹമൊരുപാട് പാട്ടു വഴിപാട് മണി കെട്ടി വഴിപാട്. ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാം അങ്ങനെ ഒരു ട്രെയിലായിരുന്നു. പല കളർ ട്രെയിലായിരുന്നു. ഓരോ കളറിനും ഓരോ കൗണ്ടർ. നമ്മളിപ്പോൾ തൊഴുതിറങ്ങി. ഇനി നമ്മൾ നേരത്തെ അവിടെ കൊണ്ടുവച്ച ആ ട്രേ നമ്മുടെ പേരും നാളൊക്കെ വിളിച്ച് നമുക്ക് തരും. എന്നിട്ടാണ് നമ്മൾ അവിടെ പോയി മണി കിട്ടുന്നത്. നമ്മളെടുത്തത് പച്ച ട്രേയും പിന്നെ നീല ട്രേയും ആണ്. അതിന് ഓരോ കളർ അനുസരിച്ച് ഓരോ സ്ഥലത്ത് നമ്മൾ പോകണം. സുനാമിയുടെ രാക്ഷസ തിരകളെ അതിജീവിച്ച കടൽ തിരമാലകളാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രം. ഒരിക്കൽ ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറ്റുന്നതിനിടെ കൊടിമരത്തിൽ നിന്നും ഒരു മണി താഴെ വീണു. പൂജാരി മണിയെടുത്ത് തൊട്ടടുത്ത് നിന്ന് പേരാൽ കെട്ടി. അതിനുശേഷം പൂജാരിയുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായി. ദൈവപ്രശ്നത്തിൽ പേരാൽ മണി കെട്ടുന്നത് ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണെന്നും തെളിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തർ മണി കെട്ടി തുടങ്ങിയെന്നുമാണ് വിശ്വാസം. പേരാലിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് മണി കെട്ടുന്നത്. തൊഴിലൊക്കെ കഴിഞ്ഞു, മണിയൊക്കെ കെട്ടി. ഇനി നമ്മളിവിടെ അന്നദാനം കഴിക്കാൻ പോവാണ്. അന്നദാനമൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് കഴിക്കുവാണ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ബീച്ചിലോട്ട് പോവുകയാണ്. നമ്മുടെ പുനപ്ര ശാഖയിൽ നിന്നുള്ള തീർത്ഥാടന സംഘമാണ്. കാട്ടിൽമേക്കാവ് ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുകയാണ്. ഇനി അടുത്ത് ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ്. അതിൻ്റെ യാത്രാമധ്യയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ വിട്ട് ഇവിടെ ചെറിയ അഴീക്കൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കടലിൽ നിന്നപ്പം തിരമാല അടിച്ച് കയറി വന്നൊരു ഞണ്ടാണ്. ഇവിടെ കടൽ ഭയങ്കരമായിട്ട് വേലിയേറ്റം കയറിയിട്ട് ദേ റോഡ് ഫുള്ള് വെള്ളമാണ്.
ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ഡാൻസൊക്കെ ചെയ്ത് എല്ലാവരും മടുത്തു. പിന്നെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയേക്കുവാണ് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട്. നമസ്കാരം. നമ്മൾ കാട്ടിലമ്പലത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ മാന്നാറൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ കാട്ടിലമ്പലത്തിലെ ദർശനത്തെക്കുറിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. കാരണം അവിടുത്തെ ഒരു അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കൂടെ വന്നൊരു സഹോദരിക്ക് ഒരു തലകറക്കമുണ്ടായിട്ട് ആ അമ്പലത്തിലെ തന്നെ വണ്ടിയാൽ അവർ നമ്മളെ കയറ്റിക്കൊണ്ട് പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മളെ ചികിത്സിച്ച് ആ കുട്ടിയെ ചികിത്സിച്ച് അതുപോലെ ആ ബില്ല് അമ്പലത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ബില്ലും കൊടുക്കാറുണ്ടായി. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ എവിടെ ചെന്നാലും ഇതുപോലൊരു ക്ഷേത്രം നമുക്കുണ്ടാവില്ല. കാട്ടിലമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിപ്രധാനപ്പെട്ട എല്ലാവരും കാട്ടിലമ്പലത്തിൽ പോയി ദർശനം. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാരെയോ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ അറിയിച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള നമ്മളെ സഹകരിക്കും. കാരണം അത് ഒരു അനുഭവമാണ് ഇന്നുണ്ടായത്. അത് നമ്മൾ ഒരിക്കലും അമ്മയെ സ്മരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ ഈ നാട്ടുമ്പുറത്ത് ചെല്ലുമ്പം നമ്മുടെ കടലിൻ്റെ ഒരു അന്തരീക്ഷമായിട്ട് ലയിക്കാൻ പെട്ടെന്ന് നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പെട്ടെന്നുണ്ടാകുന്ന ഒരു തലകർക്കവും ചിലപ്പോൾ ഒരു വൊമിറ്റിങ്ങും ഉണ്ടാകുമ്പം ആരും ഭയപ്പെടേണ്ടതില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുക. അവരെത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ആക്കും. ആരും അതുകൊണ്ട് അമ്മയെ ആശ്രയിച്ച് തന്നെ നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുകൊണ്ട് കാട്ടിലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും കാട്ടിലമ്മയെ ചെന്ന് തൊഴുക. നമ്മുടെ ഈ ഒരു അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി തന്നെ അനുഗ്രഹം ചെയ്യുന്ന അമ്മയാണ് കാട്ടിലമ്മ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ജനതയ്ക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യുന്ന അമ്മയുടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. എല്ലാവർക്കും കാട്ടിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ യാത്ര ഒരു പുണ്യം ചെയ്ത യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ എല്ലാവരും സന്തോഷത്തിലും അമ്മയുടെ അനുഗ്രഹത്തിലും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹോദരിക്ക് ചെറിയൊരു അസുഖം ഉണ്ടായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അസുഖം ഉണ്ടായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പം ആ സഹോദരിയായിട്ട് ഞാനും നമ്മുടെ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച് ആ അമ്പലത്തിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ഒരു ഡോക്ടറുണ്ടോ, ആ കുട്ടിയെ ഒന്ന് കാണിക്കാനെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് വെറും ഒരു ആളെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മുടെ അനുഗ്രഹം. കാരണം നമ്മൾ ഒരു വിനോദയാത്ര, ഞാൻ മനസ്സിൽ കണ്ട ഒരു വിനോദയാത്ര മാത്രമായിരുന്നു ഇത്. പക്ഷെ നമ്മൾ ആരെയും പരീക്ഷിക്കാൻ പാടില്ല, അതാണ് സത്യം. ദൈവങ്ങളെ അല്ലെങ്കിൽ നമ്മളൊരു രൂപത്തെ നമ്മൾ ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് അവിടെ ചെന്നിറങ്ങിയ നിമിഷം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ അനുഗ്രഹത്തിന്റെ ആ ചൈതന്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ വണ്ടിയിലിരിക്കുന്ന നമ്മുടെ 46 മുതിർന്ന അംഗങ്ങളും ഒരു 10ഓളം വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും. നമ്മുടെ അമ്മയുടെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി വന്ന ഡ്രൈവർ ചേട്ടൻ. ചേട്ടൻ്റെ കൂടെ വന്ന ചേട്ടനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറയാനുള്ള സന്തോഷമാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നല്ല ഹാപ്പി ആയിട്ട് പോയി. നമ്മുടെ കൂടെ വന്നത് ചിരട്ടപ്പറമ്പിൽ എന്ന് പറഞ്ഞ ബസ്സാണ്. വണ്ടിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടി കൊടുത്തേക്കാം. ഓക്കെ, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പോയി വരാൻ സാധിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അടിയിൽ രേഖപ്പെടുത്താം. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.